പിണറായി വിജയൻ പ്രോടൈം സ്പീക്കറായ ജി സുധാകരനെ ഹസ്തദാനം ചെയ്യുമോ, ഡയസിൽ കയറി ചെല്ലുമോ, അതെയോ താഴെ തന്നെ നിൽക്കുമോ? ഇതൊക്കെയായിരുന്നു വലത് സൈബറിടങ്ങളിലെ വലിയ കൗതുക കാഴ്ചയ്ക്കായി കാത്തു നിന്നവർ. ഇത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ അദ്ദേഹം നടന്ന് ഡയസിലേക്ക് കയറുമ്പോൾ തന്നെ ജി സുധാകരൻ ഫ്രണ്ടിലേക്ക് നടന്നു ചെന്നു എന്നുള്ളതാണ്. കൃത്യമായി നടന്നു ചെന്ന് എത്ര എതിർപ്പ് പിണറായി വിജയനോട് പറഞ്ഞാലും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും, സഖാവ് മുന്നിലേക്ക് വരുമ്പോ എല്ലാം മറന്ന് ആളുകൾ പെരുമാറുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ജി സുധാകരൻ. ഇന്ന് നടന്നു ചെന്ന് രണ്ടുപേരും തോളത്ത് തട്ടി ഹസ്തദാനം ചെയ്ത് ചിരിച്ച് പിണറായിയെ ഡയസിൽ നിന്ന് യാത്രയാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. ജി സുധാകരൻ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇന്ന് എടുത്തത് പിണറായി വിജയന് വേണ്ടി മാത്രമാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. നോക്കൂ നിങ്ങൾ, ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പിണറായി വിജയനെ ചെന്ന് കണ്ട് ഹസ്തദാനം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് പറയുകയും അത് സഭാ ടി വിയിലൂടെ നമ്മൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെയുമുണ്ട് പറഞ്ഞാൽ തീരാത്ത രാഷ്ട്രീയ ജനാധിപത്യ ബോധത്തിന്റെ നിരവധി തെളിവുകൾ. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വളരെ മുന്നേ തന്നെ എത്തി തന്റെ ഇരിപ്പിടത്തിൽ കാത്തിരുന്ന് കാഴ്ചക്കാരനായ പിണറായിയെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങളുണ്ടോ? ദേശീയ മാധ്യമങ്ങളുണ്ടോ? കഴിഞ്ഞ 2021 പിണറായി സർക്കാർ രണ്ടാം ഊഴത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഒരൊറ്റ പ്രതിപക്ഷക്കാരൻ പോലും അവിടെ വന്നില്ല. അത് പരിപൂർണമായി ഉപേക്ഷിച്ചു, നിരസിച്ചു ആ ക്ഷണം എന്നുള്ളതാണ്. അതിനൊരു കാരണം പറയാൻ ഇന്നും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ മര്യാദയാണ്, രാഷ്ട്രീയ മര്യാദയാണ്. അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി സഖാവായി ജീവിക്കുന്നവർക്ക് ഇതൊന്നും വലിയ കാട്ടിക്കൂട്ടലുകളല്ല. ജനാധിപത്യ സംസ്കാരത്തിൽ, രാഷ്ട്രീയ സംസ്കാരത്തിൽ വേണ്ടതായി മാത്രമേ കാണുന്നു എന്നുള്ളതാണ്.